ഇനി നമ്മളെ മീറ്റർ ബ്രിഡ്ജിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശ്രദ്ധിക്കേ. ഇപ്പം രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഒന്ന് ഇങ്ങനെ ഒരു മീറ്റർ ബ്രിഡ്ജ് ആണെന്ന് വിചാരിച്ചോ. ഇത് എ ബി രണ്ട് കേസായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത് കേട്ടോ. അങ്ങനെ a resistance R equal to 2 ohm is connected in one of the gaps in the meter bridge. അപ്പൊ ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് വിചാരിച്ചോ, R equal to 2 ohm. ഇവിടെ ഒരു അൺനോൺ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്ത്. ഈ അൺനോൺ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ohm ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ബാലൻസിങ് ലെങ്ത് L ആണ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് L ആണെങ്കിൽ ഇതെന്തായിരിക്കും വരിക? 100 മൈനസ് L അല്ലേ. ഇനി എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാല് ഇത് അപ്പൊ നമുക്ക് എങ്ങനെ റിലേഷൻ ചെയ്താ? R by L is equal to X divided by 100 minus L അല്ലെ. ആറിന്റെ വാല്യൂ അറിയാം, എന്താ വരിക? 2 ഡിവൈഡഡ് ബൈ L ഈക്വൽ ടു X ഡിവൈഡഡ് ബൈ 100 മൈനസ് L അല്ലെ. ഇതിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? 2 into 100 മൈനസ് L ഡിവൈഡഡ് ബൈ L. ഇത് ഇക്വേഷൻ 1 എന്ന് വിചാരിച്ചു. പിന്നെ തന്നിരിക്കുന്ന എന്താ പറഞ്ഞാല് നമ്മൾ ഈ ഒരു അറേഞ്ച്മെന്റ് മാറ്റി, അതായത് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കണക്ട് ചെയ്ത്. റെസിസ്റ്റൻസ് ഇവിടെ നിങ്ങൾ അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത്, ഇവിടെ നേരത്തെ R ഈക്വൽ ടു 2 ohm, അതായത് ഇന്റർചേഞ്ച് ചെയ്ത്, ആ ഗ്യാപ്സ് ഇന്റർചേഞ്ച് ചെയ്ത്. അപ്പം ഈ ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്ത് എന്നാ പറയുന്നത്. ഈ ഒരു പോയിന്റ് ഷിഫ്റ്റ് ചെയ്ത് അത് കുറച്ച് 20 സെന്റിമീറ്റർ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ എത്തി അല്ലെ. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മളത് ഇങ്ങനെയല്ലായിരുന്നോ? L. പിന്നെ ഇതെന്തായിരുന്നു? 100 മൈനസ് L. ഇതായിരുന്നു ആദ്യത്തെ പോയിന്റ്, ഈ J എന്ന് പറഞ്ഞിട്ടുള്ള. ആ J പുതിയൊരു പോയിന്റിലെത്തി, J ഡാഷ് അല്ലെ. അപ്പം ഈ ലെങ്ത് എത്ര തന്നിട്ടുണ്ട്? 20 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താ വരിക? പുതിയ ലെങ്ത് ട്വന്റി അല്ലേ. അപ്പൊ ഈ ലെങ്ത് എത്രയായിരിക്കും വരിക? ആദ്യത്തെ ഈ ലെങ്ത് L ആണ്, ഇവിടം വരെയുള്ള ലെങ്ത് L ആയിരുന്നു. അപ്പൊ ഇത് എത്രയാ വരിക? L പ്ലസ് 20. ഇതോ? ഇത് 100 മൈനസ് L പ്ലസ് 20, അതായത് എത്രയാ വരിക? 100 മൈനസ് L മൈനസ് 20 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ലെങ്ത് 80 മൈനസ് 20 എന്ന് കിട്ടും. സോറി, 80 മൈനസ് L എന്ന് കിട്ടും ഈ ലെങ്ത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? X ബൈ L പ്ലസ് 20 ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ 80 മൈനസ് L. അപ്പൊ X എന്ത് വരും? R ഇൻറ്റു ആറിന്റെ വാല്യൂ എത്രയാ? R 2 ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് 2 എന്ന് എഴുതാം. 2. അപ്പോ X ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് 20 ഡിവൈഡഡ് ബൈ 80 മൈനസ് L. ഇക്വേഷൻ 2. 1ഉം 2 ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? 2 ഇൻറ്റു 100 മൈനസ് L ബൈ L ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു L പ്ലസ് 20 ബൈ 80 മൈനസ് L. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യും അല്ലെ.
സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് എടുത്താൽ എന്ത് വരും? 100 minus L into 80 minus L is equal to L into L plus 20. അപ്പോൾ ഇതെന്താ വരിക? 100 into 80. 8,000 minus 20L. ഈ L സ്ക്വയറും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇതെന്ത് വരും? 8,000 is equal to ഇതിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 200 L എന്ന് വരും അല്ലേ? ഇംപ്ലൈസ് L എന്ന് പറയുന്നത് എത്ര വരും? 8,000 ഡിവൈഡഡ് ബൈ 200 equal to 40 centimeter. ക്ലിയർ ആയോ? അപ്പൊ L എത്രയാ വരിക? 40 centimeter. അപ്പൊ X എങ്ങനെയാ വരിക? X ഇതിൽ കൊടുക്കുക. Therefore X equal to 2 into 100 minus L എന്ന് പറയുന്നത് എത്രയാ? 40 by 40. 2 into 60 divided by 40 അല്ലേ? 12 by 4 3 ohm എന്ന് വരും. അൺനോൺ റെസിസ്റ്റൻസ് എന്താ വരിക? X equal to 3 ohm. ഈ പ്രോബ്ലം മനസ്സിലായില്ലേ? ഇനി അടുത്ത സെക്ഷനാണ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു EMF മെഷർ ചെയ്യാം, അല്ലൊരു സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യലോ അല്ലെങ്കിൽ വോൾട്ടേജോ മെഷർ ചെയ്യാനുള്ള EMF അല്ലെങ്കിൽ വോൾട്ടേജോ മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് എന്ത് വരിക? പൊട്ടൻഷ്യോമീറ്റർ. അപ്പം അത് ഒന്നാമത് സാധാ വോൾട്ട്മീറ്റർ പോലെയല്ല, നല്ല ആക്യുറേറ്റ് ആയിട്ട് വോൾട്ടേജ് മെഷർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിവൈസാണ് പൊട്ടൻഷ്യോമീറ്റർ. അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് മീറ്റർ ബ്രിഡ്ജ് പോലെ തന്നെ നൾ ഡിഫ്ലക്ഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് എന്താവും? ആക്യുറേറ്റ് ആയിരിക്കും. അപ്പം അതെന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. നോക്ക്, ഓംസ് ലോ പ്രകാരം എന്താ? വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അല്ലെങ്കിൽ കറണ്ട് അങ്ങനെയല്ല, കറണ്ട് ഡെവലപ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ അപ്ലൈഡ് അല്ലെ? V പ്രൊപ്പോർഷണൽ ടു I. അപ്പം V ഈക്വൽ ടു നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ത് എഴുതും? R എന്ന് എഴുതും അല്ലേ? അപ്പം റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? R ഈക്വൽ ടു റോ L ഡിവൈഡഡ് ബൈ A അല്ലേ? അപ്പോൾ V ഈസ് ഈക്വൽ ടു എന്ത് വരും? I ഇൻറ്റു റോ L ഡിവൈഡഡ് ബൈ A. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിങ്ങനെ എഴുതാം. V ഈക്വൽ ടു I ടൈംസ് റോ ബൈ A ഇൻറ്റു L. നിങ്ങളൊരു കോൺസ്റ്റന്റ് കറണ്ടാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പിന്നെ മെറ്റീരിയൽ യൂണിഫോം ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. നിങ്ങൾ പൊട്ടൻഷ്യോമീറ്റർ വയർ എടുക്കുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ യൂണിഫോം ആണ്, യൂണിഫോം മെറ്റീരിയലുമാണ് അല്ലേ? അങ്ങനെയാകുന്ന സമയത്ത് I കോൺസ്റ്റന്റ് ആവും, റോ കോൺസ്റ്റന്റ് ആവും, ക്രോസ് സെക്ഷണൽ ഏരിയ കോൺസ്റ്റന്റ് ആവും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? V ഈക്വൽ ടു എ കോൺസ്റ്റന്റ് K ടൈംസ് ലെങ്ത്, അതായത് V പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ക്ലിയർ ആയോ? ഇതാണ് ശരിക്കും എന്ത്? പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ. When a constant current flows through a wire of uniform cross section and composition, then the potential drop across the wire V is directly proportional to its length. അപ്പോൾ V proportional to length അല്ലേ? അപ്പോൾ നമുക്ക് ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ത് കിട്ടും? K is equal to voltage by length, അതായത് വോൾട്ടേജ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയാം. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് അല്ലേ? K is equal to V proportional to L. കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിനെയാണ് നമ്മൾ പറയാ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് അല്ലേ? അപ്പം നമ്മൾ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ
അപ്പോൾ ഇത് ലെങ്ത്തും ഇത് വോൾട്ടേജും. ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് എന്തും കൂടും, പൊട്ടൻഷ്യലും കൂടും. അപ്പം ഗ്രാഫ് ഇങ്ങനെയല്ലേ വരിക. ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ സ്ലോപ്പാണ് എന്ത് വരിക, സ്ലോപ്പാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കെ വരിക, വി ഡിവൈഡഡ് ബൈ എൽ. ക്ലിയർ ആയോ? അതിൻ്റെ യൂണിറ്റ് ആണ് എന്ത് വരിക, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിൻ്റെ യൂണിറ്റ് ആണ് വോൾട്ട് പെർ മീറ്റർ, ടു വോൾട്ട് മീറ്റർ ഇൻവേഴ്സ്. ക്ലിയർ ആയോ? ഇനി പൊട്ടൻഷ്യോമീറ്റർ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുക അല്ലേ. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 4 മുതൽ 10 മീറ്റർ വരെയുള്ള, ഒന്നെങ്കിൽ 4 to 4 മീറ്റർ, അല്ലെങ്കിൽ ഒരു 4 മീറ്റർ മുതൽ ഒരു 10 മീറ്റർ വരെ വലിപ്പമുള്ള വയറായിരിക്കും. അത് നമ്മൾ വുഡൻ സ്ട്രിപ്സ് ഉണ്ടാവും, ഇങ്ങനെ കുറച്ച് വുഡൻ സ്ട്രിപ്സ് ഉണ്ടാവും. അല്ലേ? അപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഇതൊക്കെ വുഡൻ സ്ട്രിപ്സ് ആണ്. അതിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ആ ഒരു വലിയ മീറ്റർ ലെങ്ത് ഉള്ള വയർ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ, അതിപ്പോൾ 1 മീറ്റർ ആണ് വിചാരിച്ചോ, അങ്ങനെ ഇപ്പം 4 മീറ്ററായി. ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടാണ് വെക്കുക. ക്ലിയർ ആയോ? അപ്പം ഇനി നോക്ക്, ഇതില് ഇവിടെ എ, ഈ ഭാഗത്തിന് ബി എന്ന് വിളിച്ച്, എയും ബിയും. എൻ്റെയും ബിൻ്റെയും ഇടയിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സെല്ലൊരു കീയിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന ഒരു വേരിയബിൾ റെസിസ്റ്റൻസ്, ഒരു റിയോസ്റ്റാറ്റ് ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനെ ഒരു 4 മീറ്റർ ഉള്ളത് 4 × 1 മീറ്റർ, അങ്ങനെ ഓരോ മീറ്ററുള്ള 4 പീസ് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ സ്ട്രിപ്പായിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് എൻ്റെയും ബിൻ്റെയും ഇടയിലൂടെ നമ്മൾ ഒരു സെല്ലും ഒരു റിയോസ്റ്റാറ്റ്, RH റിയോസ്റ്റാറ്റും ഒരു സെല്ലും, ഒരു സെല്ല് കീയിലൂടെയും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി എന്ന് നമ്മൾ എന്തെടുക്കും, ഒരു ഗാൽവനോമീറ്ററിലൂടെ എന്താവും, ഒരു ജോക്കിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആയോ? ഈ ജോക്കിയാണ് എന്ത്, ഈ പൊട്ടൻഷ്യോമീറ്ററിലൂടെ സ്ലൈഡ് ചെയ്യുക. എന്നിട്ടാണ് എന്ത് വരിക, മെഷർമെന്റ് എടുക്കുക. ഈ വയർ എന്ന് പറഞ്ഞാൽ നമ്മളെ മീറ്റർ ബ്രിഡ്ജിന്റെ അതേ മെറ്റീരിയലിനായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആൻഡ് അല്ലെങ്കിൽ മാംഗനീൻ. അധികം എടുക്കുക മാംഗനീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റിയാണ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും, പിന്നെ എന്തായിരിക്കും, റെസിസ്റ്റിവിറ്റി വളരെ കൂടുതലുമായിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയൽ ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഈ സർക്യൂട്ട്, എൻ്റെയും ബിൻ്റെയും ഇടയിലുള്ള ഈ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡ്രൈവിംഗ് സർക്യൂട്ട് എന്ന് പറയും. ഡ്രൈവിംഗ് സർക്യൂട്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ. ഇനി നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാണ് ടു കമ്പയർ EMFs of two primary cells. To compare EMFs of two primary cells. അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. അതായത് എങ്ങനെയാണ് നോക്കാത്. ഇപ്പം എ എടുത്ത്
ഇത് ബി. ഇപ്പൊ എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെല്ല് ഒരു കീയിലൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ബി അല്ലേ? ഇങ്ങനെ ഉണ്ടാവും അല്ലേ? അപ്പം ഇതാണ് ഡ്രൈവിംഗ് സർക്യൂട്ട് കേട്ടോ. ഡ്രൈവിംഗ് സർക്യൂട്ട് എൻ്റെയും ബിൻ്റെയും ഇടയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഒരു 2 സെല്ല് ഇങ്ങനെ 2 വേ കീയിലൂടെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഒരു കീ, ഇവിടെ വേറൊരു കീ, ഇങ്ങനെ ഉണ്ടാവും. ഇവിടെ റെസിസ്റ്റൻസ് ബോക്സ് ഉണ്ടാവും, പിന്നെ ഗാൽവനോമീറ്റർ, ജോക്കി. അപ്പൊ ഇത് K1 എന്ന് പറയുന്ന കീ, ഇത് K2 എന്ന് പറയുന്ന കീ. K1 ഉം K2. ഇതിന്റെ EMF E1, ഇതിന്റെ EMF E2. ഇതിങ്ങനെയാണ് ഉണ്ടാവുക ശരിക്കും. അപ്പൊ ഞാൻ ഈ ഒരു ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. ഇവിടെ ഒരു കീ. ഈ കീന് പകരം ശരിക്കും ഒരു സ്വിച്ച് ആയിട്ട് ആലോചിച്ച് നോക്ക്. 2 സ്വിച്ച് ഉണ്ട് എന്ന് തോന്നുന്നു ഇവിടെ. ഇത് സെക്കൻഡ് സെല്ല്. ഇപ്പൊ ഇവിടുന്നാണ് നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് എടുത്തത്. പിന്നെ ഗാൽവനോമീറ്റർ, ഇതിന്റെ തറ്റത്ത് സ്ലൈഡ് ചെയ്യുന്ന ജോക്കി. അപ്പൊ ഇത് S1, ഇത് S2 ആണ് വിചാരിച്ചോ. ഇപ്പൊ 2 സ്വിച്ച് ആയിട്ട് അസ്യൂം ചെയ്തോ. ഇത് കോമൺ ടെർമിനൽ എ അല്ലെ? അപ്പൊ ഈ S1 ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഇതാ ഇങ്ങനെ പോയിട്ട് റെസിസ്റ്റൻസ് ബോക്സിലൂടെ പോകും. എ എന്ന് പറഞ്ഞ പോയിന്റ് നിന്നാണ് കറണ്ട് വരുന്നെങ്കിൽ ഇതാ കറണ്ട് ഇങ്ങനെ വന്നിട്ട് എസ് ക്ലോസ് ചെയ്താൽ കേട്ടോ, എസ് ക്ലോസ് ചെയ്താൽ കറണ്ട് ഇത് എങ്ങനെ പോയിട്ട് ഇതിലേ വന്ന് റെസിസ്റ്റൻസ് ബോക്സിലൂടെ പോകും. ഇനി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, S2 ഓപ്പൺ ആക്കണം. S2 ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുറന്നിട്ടിരിക്കണം, സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരിക്കണം. ഇനി S1 ഓഫ് ചെയ്തിട്ട് S2 ഓൺ ആക്കി കഴിഞ്ഞാൽ കറണ്ട് ഇത് എങ്ങനെ പോകും? ക്ലിയർ ആയോ? അതുകൊണ്ടാണ് നമ്മൾ ഒരു 2 കീ ആണിത്. കീ എന്ന് പറയുന്നത് സ്വിച്ചിന് പകരം പ്രസ് ചെയ്യുക. ഒരു പ്ലഗ് ഉണ്ടാവും, പ്ലഗ് പ്രസ് ചെയ്യുക, അപ്പൊ അത് ഓൺ ആവും. പ്ലഗ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താവും, ഓഫ് ആവും. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ആണ് കീ K1 ഉം K2 ഉം വെച്ച് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഇതാണ് നമ്മൾ EMF മെഷർ ചെയ്യേണ്ട അറേഞ്ച്മെന്റ്. 2 പ്രൈമറി സെല്ല്. മനസ്സിലായോ? ഇനി ഇതെങ്ങനെയാന്ന് നോക്കാം. നിങ്ങൾക്കറിയാം വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് അല്ലേ? അപ്പൊ ഞാൻ ആദ്യം കീ K1 പ്രസ് ചെയ്യും. K1 പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ പ്ലഗ് ചെയ്യും. അപ്പൊ കറണ്ട് ഇതാ എന്ന് E1 പോയിട്ട് എന്തോ ഈ റെസിസ്റ്റൻസ് ബോക്സിലൂടെ വരും. അപ്പൊ നമുക്കൊരു മെഷർമെന്റ് കിട്ടൂലേ, അതാണ് L1 എന്ന് വിചാരിച്ചു. അപ്പോൾ ജോക്കി ഉള്ളത് L1. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, E1 പ്രൊപ്പോർഷണൽ ടു എന്ത് വരും, L1. ക്ലിയർ ആയോ? അത് ഞാൻ ഇക്വേഷൻ 1 എഴുതി അല്ലേ? അപ്പൊ E1 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, K ടൈംസ് L1. K എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റാ. അതിനെ വേണമെങ്കിൽ ഇക്വേഷൻ 1 എന്ന് വിളിച്ചോ. ഇക്വേഷൻ 1. ഇനി ഞാൻ എന്ത് ചെയ്ത്, ഈ കീ ഇത് എന്താക്കി, ഓപ്പൺ ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്ത്, കീ K2 എന്ന് പറയുന്നത് ക്ലോസ് ചെയ്ത്, ഇത് ക്ലോസ് ചെയ്ത് അല്ല. അപ്പൊ കറണ്ട് ഇതിലേ പോയിട്ട് E2 പോയി റെസിസ്റ്റൻസ് ബോക്സിലൂടെ പോകും. അപ്പൊ നമുക്കൊരു പുതിയ ലെങ്താ കിട്ടുക. അത് കുറച്ചും കൂടി മുന്നിലാണെന്ന് വിചാരിച്ചോ. പുതിയ റീഡിങ് ഇതവിടെ ഒരു J'. അപ്പൊ പുതിയ ലെങ്ത്തിനെ L2 എന്ന് വിളിച്ച് L2. അപ്പൊ എന്ത് എഴുതാൻ പറ്റും, E2 ഈസ്
E2 proportional to L2. That is E2 equal to എന്ത് വരും? KL2. Question 2. ക്ലിയർ ആയോ? ഇനി ക്വസ്റ്റ്യൻ 1/2 ചെയ്യുന്ന സമയത്ത് എന്ത് വരും? E1/E2 is equal to KL1/KL2. Therefore, E1/E2 എന്ന് പറയുന്നത് എന്ത് വരും? L1/L2. അപ്പം EMFിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ എന്തായിരിക്കും? ആ ബാലൻസിങ് ലെങ്ത്തിൻ്റെ റേഷ്യോ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. മനസ്സിലായോ? ബാലൻസിങ് ലെങ്ത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് എപ്പോഴാണോ 0 ആവുന്നത് അപ്പോഴാണ് കേട്ടോ ബാലൻസിങ് ലെങ്ത് കിട്ടുക. അത് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് ചെയ്ത പോലെ തന്നെ ഇത് സ്ലൈഡ് ചെയ്യുക. ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നവരെ ഇത് സ്ലൈഡ് ചെയ്യണം. അപ്പോൾ ഗാൽവനോമീറ്റർ ഏത് പോയിന്റിലാണോ 0 കാണിക്കുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ എന്ന് അവിടം വരെയുള്ള മെഷർമെന്റ് എടുക്കുക. ക്ലിയർ ആയോ? അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഈ മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കമ്പയർ ദ EMF ഓഫ് 2 പ്രൈമറി സെൽസ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സെക്കൻഡ് ആപ്ലിക്കേഷൻ ആണ്. To find the internal resistance of a cell. To find the internal resistance of a cell. അപ്പോൾ ഇതിനുള്ള ഡയഗ്രാം ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ എന്ന് നമ്മൾ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ സെല്ല് നമ്മളിങ്ങനെ കണക്ട് ചെയ്യും. ഒരു ഗാൽവനോമീറ്റർ ഒരു ജോക്കിലൂടെ കണക്ട് ചെയ്യും. ഗാൽവനോമീറ്ററിലൂടെ ജോക്കിലേക്ക് കണക്ട് ചെയ്യും. ഇനി ഇതിന് അക്രോസ്, ഈ സെല്ലിന് അക്രോസ് ഞാൻ ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യും. ഒരു കീയിലൂടെ കെ എന്ന് പറഞ്ഞൊരു കീയിലൂടെ കണക്ട് ചെയ്യും. അല്ല, അപ്പം ഇതിൻ്റെ EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഞാൻ അതായത് അതിൻ്റെ പോസിറ്റീവ് എൻഡ് ഞാൻ എയിലേക്കും കണക്ട് ചെയ്യും, നെഗറ്റീവ് എൻഡ് ജോക്കിയിലേക്കും കണക്ട് ചെയ്യും. ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക. ഇതിൻ്റെ അക്രോസ് ഒരു റെസിസ്റ്റൻസ് ബോക്സും കണക്ട് ചെയ്യും. ആദ്യം ഞാൻ കെ എന്ന് പറയുന്നത് ഓപ്പൺ ആക്കിയിട്ട്, അതായത് കറണ്ട് റെസിസ്റ്റൻസ് ബോക്സിലൂടെ പോവില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ മെഷർമെന്റ് എടുക്കും. അപ്പോൾ കിട്ടുന്നതാണ് എന്ത് വരിക? E പ്രൊപ്പോർഷണൽ ടു L1 എന്ന് എടുത്തോ. ഫസ്റ്റത്തെ ലെങ്ത് കീ ഓപ്പൺ ആക്കിയിട്ടുള്ളതാണ്. ഈ ലെങ്ത് ആണ് എന്ത് വരിക? L1 ജോക്കി വരെ ഏജ്. അപ്പം എനിക്ക് എന്ത് എഴുതാൻ പറ്റും? E ഈസ് ഈക്വൽ ടു KL1 എന്ന് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ 1. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, പിന്നെ ഈ കീ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പിന്നെ എന്തിലൂടെ പോകും? റെസിസ്റ്റൻസ് ബോക്സിലൂടെ പോകും. അപ്പം ഈ ഒരു സെല്ല് മെഷർ ചെയ്യുന്നത് ഇനി എന്തായിരിക്കും മെഷർ ചെയ്യുക? അല്ലേ, നോക്ക്, ഇതിപ്പോൾ വേറൊരു ലെങ്ത് L2 എന്ന് പറഞ്ഞൊരു ലെങ്ത്താണ് മെഷർ ചെയ്യുക. പക്ഷെ അത് ഇനിയിപ്പം എന്തായിരിക്കില്ല, ഈ L2
L2 എന്ന് പറഞ്ഞൊരു മെഷർമെൻ്റ് ആണ് ഇനി. പക്ഷെ അത് ഒരിക്കലും ഇനി EMF ആയിരിക്കില്ല. ക്ലോസ്ഡ് സർക്യൂട്ട് ആകുമ്പോൾ റെസിസ്റ്റൻസ് ബോക്സിലൂടെ കറണ്ട് പോകും. അപ്പം ഇനി മെഷർ ചെയ്യുന്നത് ടെർമിനൽ പൊട്ടൻഷ്യൽ ആയിരിക്കും V. അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? L2, പുതിയ ലെങ്ത്. അപ്പോൾ V ഈസ് ഈക്വൽ ടു എന്ത് വരും? KL2 എന്ന് കിട്ടും. ഇക്വേഷൻ 2 മനസ്സിലായോ? അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട്. അതായത് ഒന്ന് കീ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് മെഷർ ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? EMF കിട്ടും. പിന്നെ ഒന്ന് കീ ക്ലോസ് ചെയ്തിട്ട് മെഷർ ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടെർമിനൽ പൊട്ടൻഷ്യൽ. ഇനി ഇക്വേഷൻ 1/2 ചെയ്താൽ എന്ത് വരും? is equal to E/V is equal to KL1 by KL2. അപ്പോൾ E/V is equal to L1 by L2 അല്ലേ? ഇനി കറണ്ട് I എന്ന് പറയുന്നത് എന്താ ശരിക്കും? I is equal to നമ്മൾ എന്ത് പറയും? ഈ ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആണെങ്കിൽ I equal to E/R plus R എന്ന് വരും അല്ലേ? അപ്പൊ ഇക്ക് വരെ എന്ത് എഴുതാം? I into R plus R എന്ന് എഴുതാം. അത് ഇക്വേഷൻ 1 എന്ന് വിളിച്ചോ, ഇക്വേഷൻ 3 എന്ന് വിളിച്ചോ. ഇനി റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട്, റെസിസ്റ്റൻസിലൂടെയുള്ള പൊട്ടൻഷ്യൽ എന്താ വരിക? ഈ കറണ്ട് അല്ലേ ഇതിലൂടെയും റെസിസ്റ്റൻസിലൂടെയും പോവുക. അപ്പോൾ ഇതിലുള്ള പൊട്ടൻഷ്യൽ V എന്താ വരിക? V equal to I into R. റെസിസ്റ്റൻസ് ബോക്സിന്റെ റെസിസ്റ്റൻസ് ആണ് കേട്ടോ അത്. ഇക്വേഷൻ 4. അപ്പം നമ്മൾ ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? ഇത് ഇക്വേഷൻ A എന്ന് വിളിച്ചു. എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ A. അപ്പോൾ ഇക്ക് പകരം എന്തിട്ട് കൊടുക്കുക? I into R plus R is equal to divided by IR എന്ന് വരും. is equal to L1 by L2. ഈ ഐയും ഐയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? R by R plus small letter R by R equal to L1 by L2 equal to 1 plus R by R equal to L1 by L2 implies ഈ 1 അങ്ങോട്ട് എടുക്കുമ്പോൾ R by R equal to L1 by L2 minus 1. This implies R by R equal to L1 minus L2 by L2. Therefore, small letter internal resistance പറയുന്നത് എന്ത് വരും? L1 minus L2 by L2 times the external resistance. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇത് രണ്ടാണ് ബേസിക്കലി എന്ത് വരിക? പൊട്ടൻഷ്യോമീറ്ററിന്റെ ആപ്ലിക്കേഷൻ വരിക. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലം ചെയ്യാം. നോക്ക്, ഇനി നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിലെ കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്ക്. A potentiometer wire is 10 meter long and has a resistance of 18 ohm. It is connected to a battery of 5 volt and internal resistance of 2 ohm. Calculate the potential gradient along the wire. അപ്പം ഒരു വയർ ഉണ്ട് AB, പൊട്ടൻഷ്യോമീറ്റർ വയർ ആണെന്ന് വിചാരിച്ചോ. ഈ ഒരു വയറിന് അക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തത് 5 വോൾട്ട് ബാറ്ററിയാണ്. ആ 5 വോൾട്ട് ബാറ്ററിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് 2 ohm. 5 വോൾട്ട് ബാറ്ററി അല്ലേ? ഈ ഒരു AB എന്ന് പറഞ്ഞ വയറിന്റെ റെസിസ്റ്റൻസ് ആണ് എത്ര തന്നിരിക്കുന്നത്? 18 ohm തന്നിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് 10 മീറ്റർ. 10 മീറ്റർ അല്ലേ? അപ്പം നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വോൾട്ടേജ് അക്രോസ് AB ഡിവൈഡഡ് ബൈ ലെങ്ത് ഓഫ് AB അല്ലേ വരിക. അപ്പോൾ VAB എങ്ങനെയാ കണ്ടുപിടിക്കുക? അതിന് മുന്നേ കറണ്ട് കണ്ടുപിടിക്കണം. I ഈസ് ഈക്വൽ ടു എന്ത് വരും? E ഡിവൈഡഡ് ബൈ R പ്ലസ് R. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 18, 5 ഡിവൈഡഡ് ബൈ 20 ഈക്വൽ ടു എത്ര വരും? 1/4 ആംപിയർ എന്ന് വരും. അപ്പം VAB എങ്ങനെയാ വരിക? VAB എന്ന് പറഞ്ഞാൽ I ഇൻറ്റു R, റെസിസ്റ്റൻസ് ഓഫ് AB, I ഇൻറ്റു RAB.
പൈ എന്ന് പറയുന്നത് എത്രയാണ് 1/4. 1/4 ഇൻറ്റു 18 9/2. അതായത് എത്ര വരും? 4.5 വോൾട്ട് എന്ന് വരും അല്ലേ? അപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്താ വരിക? കെ ഈക്വൽ ടു 4.5, അതായത് VAB ഡിവൈഡഡ് ബൈ ലെങ്ത് L. ലെങ്ത് എത്രയാണ്? 10. അപ്പോൾ 0.45 വോൾട്ട് പെർ മീറ്റർ ആണ് വരിക. ക്ലിയർ ആയോ? വേറൊരു ക്വസ്റ്റ്യൻ നോക്ക്. A potentiometer wire is supplied a constant voltage of 3 volt. But driver voltage ആണ് 3. A cell of EMF 1.08 volt is balanced by a voltage drop of 260 voltage drop across 216 centimeter of the wire. അപ്പം E1 നമ്മൾ ഡ്രൈവിംഗ് സർക്യൂട്ടിലുള്ള സെൽ വോൾട്ടേജ് ആണ് 3 വോൾട്ട് ആയിട്ട് എടുത്തത്. E1 3 വോൾട്ട്. E2 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 1.08 വോൾട്ട് ആണ്. അപ്പോൾ ഡ്രൈവർ സർക്യൂട്ടിലാവുമ്പോൾ ടോട്ടൽ ലെങ്ത് അല്ലേ കിട്ടുക? പൊട്ടൻഷ്യോമീറ്റർ വയറിനല്ലേ കിട്ടുക? പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വയറിൻ്റെ ലെങ്ത് അല്ലേ കിട്ടുക? അപ്പോൾ അത് നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. E2നെ ബാലൻസ് ചെയ്യുന്നത് എന്താ വരിക? L2 എത്ര തന്നിട്ടുണ്ട്? 216 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതായത് ഡ്രൈവിംഗ് സർക്യൂട്ടിന് വോൾട്ടേജ്, അതായത് 3 വോൾട്ട് ബാലൻസ് ചെയ്യുന്നത് ദ എൻറ്റയർ പൊട്ടൻഷ്യോമീറ്റർ വയറാട്ടോ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? E1 ബൈ E2 ഈക്വൽ ടു L1 ബൈ L2. E1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 1.08 ഈസ് ഈക്വൽ ടു L1 എന്ന് പറയുന്നത് അറിയില്ല, L1 ബൈ 216 implies L1 എന്ന് പറയുന്നത് എന്താ വരിക? 216 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 1.08. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 216 ഇൻറ്റു 3 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 108 എന്ന് വരും. ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത 2 ടൈംസ്. അപ്പോൾ എത്രയാണ് വരിക? 600 സെൻറ്റിമീറ്റർ. അതായത് പൊട്ടൻഷ്യോമീറ്റർ വയർ എത്രയാണ് വരിക? 6 മീറ്റർ ലെങ്ത് ആയിരിക്കും വരിക. ക്ലിയർ ആയോ? അല്ലേ? അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 3. ഇപ്പം 2 സെല്ലുണ്ട്. അതായത് ഒന്ന് E1 E2. ഇതിൻ്റെ 2 ടെർമിനൽസ് ആണ് വിചാരിച്ചു AB. ഒന്ന് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഇടയിൽ ഈ രീതിയിൽ കണക്ട് ചെയ്ത്, പിന്നെ ഈ B റിവേഴ്സ് ചെയ്ത്, ആ സെയിം പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെയും കണക്ട് ചെയ്ത് E1 E2 അല്ലേ? അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തപ്പോൾ ബാലൻസിങ് ലെങ്ത് L1 കിട്ടിയത് 300 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കണക്ട് ചെയ്ത സമയത്ത് L2 എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ E1 E2 എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് സീരീസ് കോമ്പിനേഷൻ അല്ലേ? നെറ്റ് EMF എന്താ വരിക? E1 പ്ലസ് E2 അല്ലേ വരിക? അതാണ് എന്ത് വരിക? പ്രൊപ്പോർഷണൽ ടു L1. ഇംപ്ലൈസ് എന്ത് വരും? E1 പ്ലസ് E2 ഈക്വൽ ടു KL1. ഇക്വേഷൻ 1 എഴുതാം. അതുപോലെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? E1 ഇത് പ്ലസ് ആണെങ്കിൽ മൈനസും മൈനസ് ആയിട്ടല്ല കണക്ട് ചെയ്ത്. അപ്പോൾ E1 മൈനസ് E2 പ്രൊപ്പോർഷണൽ ടു L2 ഇംപ്ലൈസ് E1 മൈനസ് E2 ഈക്വൽ ടു KL2. ഇക്വേഷൻ 2. ഇനി ഇത് രണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. E1 പ്ലസ് E2 ബൈ E1 മൈനസ് E2 ഇസ് ഈക്വൽ ടു L1 ബൈ L2 എന്നല്ലേ വരിക? L1 എന്ന് പറയുന്നത് എത്രയാ? 300.
divided by 100 അല്ലേ? ചോദിച്ചത് ഇതിൻ്റെ ഇ എം എഫ്സിൻ്റെ റേഷ്യോ ആണ് കേട്ടോ ചോദിച്ചത്. അപ്പോൾ ഇത് രണ്ടും കൂടി കട്ടാകുമ്പോൾ എന്ത് വരും? 3 എന്ന് വരും. അപ്പം ഇതിങ്ങോട്ട് എടുക്കുമ്പോൾ 1 ഇൻറ്റു E1 പ്ലസ് E2 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു E1 മൈനസ് E2. അപ്പം E1 പ്ലസ് E2 ഈക്വൽ ടു 3E1 മൈനസ് 3E2. ഇതിങ്ങോട്ട് എടുക്കുന്ന സമയത്ത് E2 plus 3E2 equal to 3E1 minus E1 implies 2E1 is equal to 4E2. Therefore E1 by E2 എന്ന് പറയുന്നത് എന്താ വരിക? E1 by E2 ചെയ്തത് തെറ്റൊന്നുമില്ലല്ലോ. E1 by E2 എന്ന് പറയുന്നത് എത്ര വരിക? 4/2 ഈക്വൽ ടു എന്ത് വരും? 2/1 ഇംപ്ലൈസ് E1 ഈസ് ടു E2 എന്ന് പറയുന്നത് എന്താ വരിക? 2:1. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. A 10 meter long wire of uniform cross section of 20 ohm resistance is used as a potentiometer wire. അതായത് നോക്ക്, ഞാൻ ആ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ AB എന്ന് പറഞ്ഞൊരു വയറുണ്ട്. അല്ലേ? ഈ വയറിൻ്റെ ലെങ്ത് 10 മീറ്ററാണ് വന്നിട്ടുണ്ട്. 10 മീറ്റർ വയറാണ്. ഇതിൻ്റെ ലെങ്ത് 10 മീറ്റർ. ഇതാണ് ഒരു പൊട്ടൻഷ്യോമീറ്റർ വയറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 ഓം ആണ് കേട്ടോ. 20 ohm റെസിസ്റ്റൻസ് ഉള്ളതാണത്. ദ വയർ ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ ബാറ്ററി ഓഫ് 5 വോൾട്ട്. അപ്പോൾ അത് ഡ്രൈവിംഗ് സർക്യൂട്ടാണ്. ഇതെന്താ? ഇത് 5 വോൾട്ട് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓഫ് വിത്ത് ആൻ എക്സ്റ്റേണൽ. അപ്പോൾ ഒരു 480 ohm എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. 5 വോൾട്ട് ബാറ്ററി 480 ohm. If an unknown EMF E is balanced at 600 centimeter of this wire, first potential. അപ്പോൾ അതായത് വേറൊരു സെല്ല് കണക്ട് ചെയ്ത് ആ സെല്ലിൻ്റെ ബാലൻസിങ് ലെങ്ത് ഇത് എത്രയാ? 600 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. 600 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ ഈ EMF E കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ടതെന്നാൽ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ ആദ്യം ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ എടുക്കണ്ട. ഈ EMFൻ്റെ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? E ഡിവൈഡഡ് ബൈ R പ്ലസ് R. ഇതെടുക്കുന്നില്ല കേട്ടോ, ഈ ഒരു സെല്ല് എടുക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ I ഈസ് ഈക്വൽ ടു E എന്ന് പറയുന്നത് എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 480 പ്ലസ് അതായത് ഇവിടെ സെല്ലിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഇല്ല കേട്ടോ. അപ്പോൾ R അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസിലെ 480 ഈ 20 ohm കണ്ടോ? ഈ വയർ AB. അതിപ്പോൾ ഞാൻ RAB എന്ന് എഴുതാം. RAB 20 ohm. അപ്പോൾ ഇത് രണ്ടും സീരീസ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് എന്താ? 480 പ്ലസ് 20. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ 500. I ഈസ് ഈക്വൽ ടു 1/100 എന്ന് വരും. 0.01 ആംപിയർ ആണ് അതിലെ കറണ്ട് വരിക. ഈ പോയിന്റ് J എന്ന് വിളിച്ചോ അല്ലേ? അപ്പം ഇതിലെ വോൾട്ടേജ് എന്താ വരിക? VAB എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് AB. കറണ്ട് എത്രയാണ് വരിക? 0.01 ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് AB എത്രയാണ്? 20. അപ്പം 0.1 ഇൻറ്റു 2 0.2 വോൾട്ട് പെർ മീറ്റർ. ഇതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് വരിക. 0.2 വോൾട്ട് പെർ മീറ്റർ.
അല്ല സോറി, ഇതാണ് അതിൻ്റെ വോൾട്ടേജ് വരിക. വോൾട്ടേജ് ആണ് 0.2 വോൾട്ട് വരിക. അപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്താ വരിക? വി എ ബി ഡിവൈഡഡ് ബൈ ലെങ്ത് എൽ. ഇപ്പം എത്ര വരിക? 0.2 ഡിവൈഡഡ് ബൈ എത്ര വരും? ആ ലെങ്ത് എത്ര? വി എ ബി 10. ഇപ്പോൾ 0.02 വോൾട്ട് പെർ മീറ്റർ ഇൻവേഴ്സ്. ക്ലിയർ ആയോ? ഇനി എന്താ പറയുന്നത് പറഞ്ഞാൽ 600 സെൻറ്റിമീറ്ററിലാണ് ഇത് ബാലൻസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? ഇ ഈസ് ഈക്വൽ ടു കെ എൽ അല്ലേ? അപ്പോൾ ഇ എന്ന് പറയുന്നത് എന്താ? പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്താ വരുന്നത്? 0.02 ഇൻറ്റു ഇത് സെൻറ്റിമീറ്റർ അല്ല, മീറ്ററിലാക്കണം. കാരണം ഇവിടെ വോൾട്ട് പെർ മീറ്റർ ആണ്. അപ്പോൾ എത്രയാ? ഇൻറ്റു 6 അല്ലേ? എൽ ഈക്വൽ ടു 600 സെൻറ്റിമീറ്ററാണ്. ആ മീറ്ററിലാക്കണം. അപ്പോൾ എത്രയാണ് വരിക? 6 മീറ്റർ. അപ്പം എന്താ വരിക? 0.12 വോൾട്ട്. ഇ എം എഫ് എത്രയാണ് വരുന്നത്? 0.12 വോൾട്ട്. മനസ്സിലായോ? അങ്ങനെയാണത് കണ്ടുപിടിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിക്കട്ടോ നിങ്ങൾ. അതായത് ഇതിനെ അക്രോസുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുക, പിന്നെ ആ ലെങ്ത്തും നിങ്ങൾ എടുക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. In a circuit, AB is uniform wire of resistance 15 ohm. അപ്പോൾ എ ബി എന്നൊരു വയറുണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് എത്ര? 15 ohm. ആൻഡ് ലെങ്ത് 1 മീറ്റർ. ഈ വയറിൻ്റെ ലെങ്ത് എത്രയാണെന്ന്? 1 മീറ്ററാണ്. Length 1 meter. It is connected to a series arrangement of cell of EMF 2 volt and a negligible internal resistance and a resistance R. അതായത് ഒരു സെല്ലായി 2 വോൾട്ട് സെല്ലായിട്ട് കണക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. വേറൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലൂടെ. R ആണ് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. Terminal A is also connected to an electromagnetic chemical cell E2. അപ്പോൾ വേറൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് E2 ഓഫ് EMF 15 മില്ലി വോൾട്ട്. അതിൻ്റെ വോൾട്ടേജ് വന്നിട്ടുണ്ട്. E2 എന്ന് പറയുന്നത് 75 കേട്ടോ, 75 മില്ലി വോൾട്ടാണ്. In the setup, a balancing length of 30 centimeter is obtained from. അപ്പോൾ ഇതിൻ്റെ ബാലൻസിങ് ലെങ്ത് 30 ആണെന്നും വന്നിട്ടുണ്ട്. Calculate the resistance R. ഈ R കണ്ടുപിടിക്കാം. If E2 were to have an EMF of 300 millivolt, where will you expecting the balancing length? ഇനി ഇതിപ്പോൾ 300 millivolt ആണെങ്കിൽ എത്രയാണെന്ന് നോക്കാം. ആദ്യം ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ട R എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ കറണ്ട് ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താ വരിക? I is equal to EMF 2 divided by ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താ വരിക? ഈ ആറും 15 ഓം എന്താ സീരീസ് അല്ലേ? അപ്പോൾ R + 15. ഇത്രയാണ് ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൽ. ഇനി വി എ ബി എന്താ പറയുക? വി എ ബി വോൾട്ടേജ് അക്രോസ് എ ബി എന്താ വരിക? I ഇൻറ്റു ആർ എ ബി. I എന്ന് പറയുന്നത് എത്രയാ? 2/R + 15 ഇൻറ്റു റെസിസ്റ്റൻസ് പറയുന്നത് എത്രയാ വരിക? 15. അപ്പോൾ വി എ ബി ഈസ് ഈക്വൽ ടു 30 divided by R + 15 വോൾട്ട്. ഇതാണ് വി എ ബി വരിക അല്ലേ? ഇനി പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്താ വരിക? കെ വി എ ബി ബൈ അതിൻ്റെ ലെങ്ത്ത്.
1 meter ആണ് ലെങ്ത്. അപ്പോൾ 30/r+15 ഡിവൈഡഡ് ബൈ 1. അതെന്ത് തന്നെ വരും? 30/r+15 വോൾട്ട് പെർ മീറ്റർ അതന്നെ വരും അല്ലേ? അപ്പം E2 എന്ന് പറയുന്നത് നമുക്ക് ബാലൻസിങ് ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ? എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന്? റെസിസ്റ്റൻസ് R ആണ്. അപ്പോൾ E2 എന്ന് പറയുന്നത് E2 ഈസ് ഈക്വൽ ടു എന്ത് വരും? കെ എൽ വേണമെങ്കിൽ 2 എന്ന് എഴുതിക്കോ. L2 എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററാണ്. P2 എന്ന് പറയുന്നത് 75 മില്ലി വോൾട്ടാണ്. അപ്പോൾ 75 മില്ലി എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു കെ എന്ന് പറയുന്നത് എന്താ വരിക? 30 ഡിവൈഡഡ് ബൈ R+15. ബാലൻസിങ് ലെങ്ത് എത്രയാന്ന്? 30 സെൻറ്റിമീറ്റർ അല്ലേ? 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 30 ഡിവൈഡഡ് ബൈ 100 മീറ്റർ. 100 ചെയ്തത് മനസ്സിലായോ? L ഈക്വൽ ടു 30 സെൻറ്റിമീറ്ററാണ്. ആ മീറ്ററിലാക്കുമ്പോൾ 30 ഡിവൈഡഡ് ബൈ 100 മീറ്റർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നോക്ക്. ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ R+5 അങ്ങോട്ട് എടുത്ത് R+15 ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 75 ഇൻറ്റു 10⁻³ ഇൻറ്റു 100 എന്ന് വരും അല്ലേ? അപ്പോൾ ഇത് 30 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ ഈ 10⁻³ 100 പോയി കഴിഞ്ഞാൽ 10⁻⁻1 ആവും. അപ്പോൾ 7.5 എന്ന് വരും അല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 4 ആണ് വരിക. അപ്പോൾ 4 ഇൻറ്റു 30 എത്ര വരും? 120. Therefore R ഈക്വൽ ടു എത്ര വരും? 120 മൈനസ് 15 എത്ര വരും? 105 ഓം. R ഈക്വൽ ടു എത്ര വരും? 105 ഓം എന്ന് വരും അല്ലേ? ഇനി E2 ഇത് 300 മില്ലി വോൾട്ട് ആണെങ്കിൽ അത് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ എന്താ വരിക? E1/E2 ഈസ് ഈക്വൽ ടു L1/L2. അപ്പം E1 ഈസ് ഈക്വൽ ടു L1/L2 ഇൻറ്റു E2. അപ്പം L1 എത്ര തന്നിട്ടുണ്ട്? L1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. L1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E1 എന്ന് പറയുന്നത് 300 മില്ലി വോൾട്ട്. 2 മില്ലി വോൾട്ട് ആകുമ്പോൾ അങ്ങനെ തന്നെ എഴുതാം. E2 എന്ന് പറയുന്നത് 75. ഇതിലെ ബാലൻസിങ് ലെങ്ത് അറിയില്ല. ഇതിൻ്റെ ബാലൻസിങ് ലെങ്ത് ആണ് എത്ര തന്നിരിക്കുന്നത്? 30. അപ്പോൾ ഇത് L1 ഈസ് ഈക്വൽ ടു എന്ത് വരും? 300 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 75. 75 ഇൻറ്റു 4 ആണ് എത്ര? 300. എത്ര വരും? 120 സെൻറ്റിമീറ്റർ എന്ന് വരും. പ്രോബ്ലം മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A cell gives a balance with 85 centimeter of potentiometer wire. When the terminals of a cell are connected through a resistance of 7.5, the balancing length is 75 centimeter. അതായത് ഒരു ഓപ്പൺ സർക്യൂട്ടിൽ ഒരു സെല്ല് തരുന്നത് എത്രയാണ് തരുന്നത്? L1 ഈക്വൽ ടു എത്രയായിരുന്നു? 85 സെൻറ്റിമീറ്റർ ആണ് തരുന്നത് അല്ലേ? അതായത് സെല്ല് തരുന്നത് 85 സെൻറ്റിമീറ്റർ ഓഫ് പൊട്ടൻഷ്യൽ. നമ്മൾ R ഈക്വൽ ടു ഒരു 7.5 ഓമിലൂടെ കണക്ട് ചെയ്തപ്പോൾ റെസിസ്റ്റൻസ് 7.5 ഓം എന്ന് പറഞ്ഞതിലൂടെ ആ സെല്ലിനെ കണക്ട് ചെയ്തപ്പോൾ തരുന്ന ബാലൻസിങ് ലെങ്ത് L2 എന്ന് പറയുന്നത് എത്രയാണ് വരിക? 75 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിന് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ വരിക? L1 മൈനസ് L2/L2 ഇൻറ്റു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? L1 എന്ന് പറയുന്നത് 85 മൈനസ് 75/75
ഇൻറ്റു 7.5. ഇത് എത്രയാണ് വരിക? 10/75 ഇൻറ്റു 7.5. ഇത് എത്രയാണ് വരിക? 10 ഇൻറ്റു 75 എന്ന് പറഞ്ഞാൽ 7.5 എന്ന് പറഞ്ഞാൽ 75. 75/75 എത്രയാണ്? 1 Ω. അപ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണ് വരിക? 1 Ω. ക്ലിയർ ആയോ? അടുത്തതാണ് സെൻസിറ്റിവിറ്റി ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ. ഒരു പൊട്ടൻഷ്യോമീറ്റർ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത് വളരെ ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോലും മെഷർ ചെയ്യാൻ പറ്റും അതിന്, അല്ലേ? അത് ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോലും മെഷർ ചെയ്യാൻ ക്യാപ്പബിൾ ആണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്താ പറയുക? സെൻസിറ്റീവ് പൊട്ടൻഷ്യോമീറ്റർ. അതായത് വലിയൊരു ചേഞ്ച് ഇൻ ബാലൻസിങ് ലെങ്ത് കാണിക്കുക. ഒരു ചെറിയ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസിനും വലിയൊരു ചേഞ്ച് ഇൻ ബാലൻസിങ് ലെങ്ത് കാണിക്കും. അങ്ങനെയുള്ള പൊട്ടൻഷ്യോമീറ്ററിനെയാണ് നമ്മൾ എന്താ പറയുക? സെൻസിറ്റീവ് പൊട്ടൻഷ്യോമീറ്റർ. അതായത് it is capable of measuring small potential difference. It is capable of measuring small potential difference. Second one, it shows a significant change in significant change in balancing length. Even for a small change in potential difference. ചെറിയൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനും വലിയൊരു ബാലൻസിങ് ലെങ്ത് കാണിക്കുകയാണെങ്കിൽ അതെന്താണ്? അതും ഒരു സെൻസിറ്റീവ് പൊട്ടൻഷ്യോമീറ്ററാണ്. പിന്നെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് വളരെ കുറവായിരിക്കും. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. എന്ത്? സെൻസിറ്റീവ് പൊട്ടൻഷ്യോമീറ്റർ. ക്ലിയർ ആയില്ല? അതായത് V/L കൂടുതൽ വളരെ കുറവായിരിക്കും. ആ സമയത്ത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്തായിരിക്കണം? V/L വോൾട്ടേജ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്? അതെന്തായിരിക്കണം? ചെറുതായിരിക്കണം. അപ്പോഴാണ് എന്താ പറയുക? സെൻസിറ്റീവ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയാം നമ്മൾ. ഇനി എങ്ങനെയൊക്കെയാണ് ഇൻക്രീസ് ചെയ്യാൻ നോക്കാം. അപ്പം നോക്കാം. മെത്തേഡ്സ് ടു ഇൻക്രീസ് the sensitivity. Methods to increase the sensitivity of a potentiometer. എങ്ങനെയൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം? അതിൽ ഒരു മെത്തേഡാണ്, പൊട്ടൻഷ്യോമീറ്ററിന്റെ വോൾട്ടേജ് ഫിക്സ്ഡ് ആണ് വിചാരിച്ചോ. അപ്പം നമുക്ക് എന്താ പറയുക? ലെങ്ത് ഇൻക്രീസ് ചെയ്യാം. അതായത് വോൾട്ടേജ് ഫിക്സ്ഡ് ആണെങ്കിൽ അതിന്റെ ലെങ്ത് കൂട്ടുക. അപ്പോൾ എന്ത് വരും? കെ എന്ന് പറയുന്നത് വോൾട്ടേജ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ? അപ്പോൾ സെൻസിറ്റിവിറ്റി കുറയും. സെൻസിറ്റിവിറ്റി അല്ല, പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കുറയും. അതായത് ലെങ്ത് കൂട്ടിക്കഴിയുക. ഒരു വോൾട്ടേജ് ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ ലെങ്ത് കൂട്ടുക. ക്ലിയർ ആയോ? സെക്കൻഡ്, ഇപ്പം ലെങ്ത് ഫിക്സ്ഡ് ആണെന്ന് വിചാരിച്ചോ. ലെങ്ത് ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കറണ്ട് റെഡ്യൂസ് ചെയ്യുക. കറണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? സെൻസിറ്റിവിറ്റി കൂടും. ക്ലിയർ ആയോ? അപ്പോൾ ഇങ്ങനത്തെ രണ്ട് മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ സെൻസിറ്റിവിറ്റി ഓഫ് പൊട്ടൻഷ്യോമീറ്റർ കൂട്ടുക. ഒന്നെങ്കിൽ ലെങ്ത് കൂട്ടുക, അല്ലെങ്കിൽ അതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കുറയ്ക്കുക. മനസ്സിലായോ? ഇനി അടുത്ത സെക്ഷനാണ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറണ്ട്. അതായത് ഇലക്ട്രിക് കറണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതെങ്ങനെയാ നോക്കാം.
അതായത് ഇപ്പോൾ ഒരു കണ്ടക്ടർ ഉണ്ട് വിചാരിച്ചോ. ഒരു കണ്ടക്ടറാണ് വിചാരിച്ചോ. ഈ കണ്ടക്ടറിൽ എന്തുണ്ട്? ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അപ്പം നിങ്ങൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതായി ഒരു സെല്ലായിട്ട് കണക്ട് ചെയ്ത് വിചാരിച്ചോ, വി അല്ലേ? അപ്പം ഇത് പ്ലസ് മൈനസ്. അപ്പം ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവൂലേ? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യില്ലേ? അപ്പം ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ക്ലിയർ ആയ? ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഈ മോഷന്റെ ഇടയിൽ, ഡ്രിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവരെന്ത് ചെയ്യും? അവർ കൊളൈഡ് ചെയ്യാൻ തുടങ്ങും അല്ലേ? അപ്പം ഈ മോഷന്റെ ഇടയിൽ കൊളൈഡ് ചെയ്യും. അപ്പം ഇവര് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് എന്ത് കിട്ടിയിട്ടുണ്ടാവും? അവർക്ക് കൈനറ്റിക് എനർജി കിട്ടിയിട്ടുണ്ടാവും. അപ്പം കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഈ കൈനറ്റിക് എനർജി എന്താവും? ലോസ് ചെയ്യും. കൈനറ്റിക് എനർജി എന്തായി മാറിയിട്ടുണ്ടാവും? ഹീറ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ക്ലിയർ ആയോ? അപ്പൊ ബേസിക്കലി ഈ കൈനറ്റിക് എനർജി, മോഷനെ കൊണ്ട് കിട്ടിയ കൈനറ്റിക് എനർജി എന്തായി മാറുകയാണ്? ഹീറ്റ്. അങ്ങനെയാണ് ഈ കണ്ടക്ടറിൽ എന്തുണ്ടാവുക? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇത് കൊളീഷനെ കൊണ്ട് വൈബ്രേഷൻ കൂടും. അതുകൊണ്ട് വൈബ്രേഷൻ കൂടും. വൈബ്രേഷൻ കൂടുന്ന സമയത്ത് എന്താവും? അത് ഹീറ്റായിട്ട് മാറും. ക്ലിയർ ആയോ? അങ്ങനെയാണ് നമ്മൾ ഹീറ്റിംഗ് എഫക്റ്റ്. അതായത് ഏതൊരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടാവും? ഇതിൽ ഹീറ്റ് ഉണ്ടാവും. റെസിസ്റ്റൻസ് ഉണ്ടാവണേ. റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഹീറ്റ് ഉണ്ടാവില്ല. ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹീറ്റിന് ഒരു എക്സ്പ്രഷൻ നോക്കാം. എക്സ്പ്രഷൻ ഫോർ ഹീറ്റ്. Expression for heat. ഒരു റെസിസ്റ്റർ ഉണ്ട്, നോക്കുക. റെസിസ്റ്റർ ഏതെങ്കിലും ഒരു ഡിവൈസ് ആണെന്ന് വിചാരിച്ചോ. ഏതെങ്കിലും ഒരു ഡിവൈസ്, ഒരു ലോഡ് നമ്മൾ ഒരു കറണ്ടിന്, ഒരു സെല്ലിനെ അഗെയിൻസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഒരു സെല്ലും ഒരു റെസിസ്റ്റൻസും കണക്ട് ചെയ്തു. റെസിസ്റ്റൻസിന്റെ രണ്ട് ടെർമിനൽസ് ആണ് എയും ബിയും. അപ്പൊ കറണ്ട് ഇവിടുന്ന് ഫ്ലോ ചെയ്യില്ലേ? ഇങ്ങനെ ഫ്ലോ ചെയ്യും അല്ലേ? അപ്പൊ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതിനെ കൊണ്ടല്ലേ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എ വിൽ ബി അറ്റ് ഹയർ പൊട്ടൻഷ്യൽ ആൻഡ് ബി വിൽ ബി അറ്റ് ഹയർ പൊട്ടൻഷ്യൽ. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റെസിസ്റ്റൻസ് ആണ് എന്ത് വരിക? വി എ ബി. വി എ ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക? വി എ മൈനസ് വി ബി. കാരണം വി എ ആണ് ഹയർ പൊട്ടൻഷ്യൽ അല്ലേ? അപ്പൊ വി എ മൈനസ് വി ബി, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ എന്താ? വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. ഇപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഞാൻ സിംപ്ലി വി എന്ന് വിളിച്ചു അല്ലെ? ആ വി എന്താണ്? നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ആണ് വി. അപ്പം ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇതെന്താ എഴുതാ? വി എ മൈനസ് വി ബിക്ക് വി എഴുതാം. ക്യൂ ഇൻറ്റു വി എന്ന് വരും അല്ലെ? ബട്ട് കറണ്ട് ഇൻ ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. അപ്പൊ ക്യൂ എന്ന് പറയുന്നത് എന്താ വരിക? ഈക്വൽ ടു ഐ ടി. ഇപ്പൊ എന്താ വരും? ഐ ടി ഇൻറ്റു വി. അപ്പൊ വർക്ക് എന്ന് പറയുന്നത് എന്താ വരിക? വി ഐ ടി. ഈ ചെയ്യുന്ന വർക്കാണ് എന്തായി മാറുന്നത്? ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താ വരിക? വി ഐ ടി. ഹീറ്റ് പ്രൊഡ്യൂസ്ഡിന്റെ എക്സ്പ്രഷൻ എന്താ വരിക? വി ഐ ടി. ക്ലിയർ ആയോ? ഇനി ഇതിന്റെ ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. ഓംസ് ലോ പ്രകാരം എന്താ വരിക? വി ഈക്വൽ ടു ഐ ആർ അല്ലേ? അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊരു? എച്ച് ഈസ് ഈക്വൽ ടു ഐ ആർ ഇൻറ്റു ഐ ഇൻറ്റു ടി. therefore h is equal to I into I എന്ന് പറയുമ്പോൾ I square RT. ക്ലിയർ ആയോ? ഈ ഒരു ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയാ? ജൂൾസ് ലോ എന്ന് പറയുന്നത്. അതായത് ഒരു ഹീറ്റ് ഡെവലപ്ഡ് ഇൻ എ റെസിസ്റ്റർ because of the current flowing through it is first one directly proportional to square of the intensity of the current, second one directly proportional to the resistance of the conductor, third one directly proportional to the time of flow of current. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ജൂൾസ് ലോ എന്ന് പറയാം. ജൂൾസ് ലോ.
the current, the heat developed across any conductor is directly proportional to square of the intensity of the current, resistance of the conductor and time of flow of current. അപ്പോൾ H ഈക്വൽ ടു എന്ത് വരും? I സ്ക്വയർ RT എന്ന് വരും. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ജൂൾസ് ലോ എന്ന് പറയാം. ഇതിനെ ജൂൾസ് ഹീറ്റിംഗ് ഇഫക്റ്റ് എന്നും പറയും അല്ലേ? ജൂൾസ് ലോന്റെ ആപ്ലിക്കേഷൻ ആണ് ഒന്ന് ഇലക്ട്രിക് അയൺ ബോക്സ്, പിന്നെ നമ്മളെ ഇലക്ട്രിക് ബൾബ്, ഇൻകാൻസെന്റ് ലാമ്പ് ഒക്കെ, ഇലക്ട്രിക് ബൾബ്, ഇതൊക്കെ ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസ് ആണ്. മനസ്സിലായോ? ഇനി അടുത്തതാണ് പവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലെ, റേറ്റ് ഓഫ് ഹീറ്റ് ഡിസിപ്പേറ്റഡ് എന്ന് നമുക്ക് എടുക്കാം. ഡിസിപ്പേറ്റഡ് അല്ലെ. അപ്പൊ പവറിന് എന്താ വരിക? ഹീറ്റ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ടൈം. അപ്പൊ എന്താ വരിക? I സ്ക്വയർ RT ഡിവൈഡഡ് ബൈ T. Therefore P എന്ന് പറയുന്നത് ഇപ്പൊ ആവറേജ് പവർ ആട്ടോ, I സ്ക്വയർ R. പവറിന്റെ ഡെഫിനിഷൻ ആണ് എന്ത് വരിക? P ഈക്വൽ ടു I സ്ക്വയർ R. ഇനി നമുക്ക് വേണമെങ്കിൽ implies P is equal to Iക്ക് പകരം എന്ത് എഴുതാം? V by R ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? V by R ഹോൾ സ്ക്വയർ ഇൻറ്റു R. പവർ ഈക്വൽ ടു V സ്ക്വയർ ബൈ R. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി R എന്ന് പറയുന്നത് എന്താ വരിക? I സ്ക്വയർ ഇൻറ്റു R എന്ന് പറയുന്നത് V by I അല്ലേ? V by I. ഇംപ്ലൈസ് P എന്ന് പറയുന്നത് എന്താ വരിക? V ഇൻറ്റു I. അങ്ങനെ ഒരു ഫോം വരും. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ഫോംസ് ഓഫ് പവർ ആണ് അല്ലെ. പവറിന്റെ യൂണിറ്റ് എന്താ വരിക? വാട്ട്. യൂണിറ്റ് ഓഫ് പവർ, യൂണിറ്റ് ഓഫ് പി എന്താ വരിക? വർക്ക് ഡൺ ബൈ, അപ്പൊ ജൂൾ പെർ സെക്കൻഡ്, ജൂൾ സെക്കൻഡ് ഇൻവേഴ്സ്, അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ട്. 1 ജൂൾ സെക്കൻഡ് ഇൻവേഴ്സ് ആണ് എന്ത് വരിക? 1 വാട്ട് എന്ന് പറയാം. 1 വാട്ട് ഈക്വൽ ടു 1 W. ക്ലിയർ ആയോ? കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ ആണ്. അതായത് കിലോ വാട്ട് അവർ അല്ലേ. അപ്പം 1 കിലോ വാട്ട് അവർ, 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് എങ്ങനെ എഴുതിക്കൂടെ? 1 കിലോ വാട്ട് ഇൻറ്റു 1 അവർ. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? 1000 വാട്ട് ഇൻറ്റു 1 അവർ അല്ലേ. അപ്പോൾ ഒരു ഡിവൈസ് 1000 വാട്ടുള്ള ഒരു ഡിവൈസ് 1 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന യൂണിറ്റ് ആണ് നമ്മൾ എന്താ പറയുക? 1 യൂണിറ്റ് എന്ന് പറയും. അതിനാണ് നമ്മൾ എന്താ പറയുക? 1 കിലോ വാട്ട് അവർ. ക്ലിയർ ആയോ? അപ്പം ഈ ഇതിന്റെ സെക്കൻഡിൽ ഈക്വലന്റ് എന്തായിരിക്കും വരിക? എത്ര ജൂൾ ആയിരിക്കും വരിക? ഇപ്പൊ നോക്ക്, കിലോ വാട്ട് പവർ ഇൻ ടു ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് കിലോ വാട്ട് തന്നെ പവർ അല്ലേ? പവർ ഇൻ ടു ടൈം, പവർ ഇൻ ടു എനർജി. നമ്മൾ പവറിന്റെ ഡെഫിനേഷൻ എന്താ? വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം അല്ലേ. അപ്പൊ പവർ ഇൻ ടു ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും വർക്കാണ് കിട്ടുന്നത്, അപ്പൊ എനർജിയാണ് കിട്ടുന്നത്. അപ്പൊ 1000 ഇൻറ്റു 1 അവർ എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 60 മിനിറ്റ്, അതായത് 60 ഇൻറ്റു 60 സെക്കൻഡ്. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് 3600 ഇൻറ്റു 10⁻³ എന്ന് വരും. ഇംപ്ലൈസ് 3.6 ഇൻറ്റു 10⁻6 ജൂൾ. അതായത് 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വലന്റ് ടു 3.6 ഇൻറ്റു 10⁻6 ജൂൾ ആണ് വരിക. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അതായത് നമ്മൾ 1 കിലോ വാട്ട് അവർ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ 3.6 ഇൻറ്റു 10⁻6 ജൂളോളം എനർജി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഇലക്ട്രിക് കറന്റ് ഓഫ് 4 ആംപിയർ flows through a 12 ohm resistor. What is the rate at which heat is produced in the resistor? അതായത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് കറണ്ട് 4 ആംപിയർ കറണ്ട്
R equal to 12 ohm റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പവർ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്താ വരിക? I square R is equal to 4 square into 12. അപ്പോൾ 16 into 12. 16 into 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 192 വാട്ട്. മനസ്സിലായോ? ഇനി എ ഹീറ്റിംഗ് എലമെൻറ്റ് ഈസ് മാർക്ക് 210 വോൾട്ട് 630 വാട്ട്. അല്ലേ? വാട്ട് ഈസ് ദ കറണ്ട് ഡ്രോൺ ബൈ ദ എലമെൻറ്റ് വെൻ കണക്റ്റഡ് ടു എ 200 വോൾട്ട് ഡി സി മെയിൻസ്? വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി എലമെൻറ്റ്? അതായത് ഒരു ഡിവൈസ് ഉണ്ട്, ഒരു ഹീറ്റിംഗ് എലമെൻ്റ് വിചാരിച്ചോ. ഇങ്ങനെ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ്, ആ ഹീറ്റിംഗ് എലമെൻറ്റിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് 210 വോൾട്ട് 630 വാട്ട് എന്നാണ്. അപ്പോൾ ഏതൊരു ഡിവൈസിലും വോൾട്ടേജും ഇങ്ങനെ ഡബ്ല്യൂയും വാട്ടും മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് മാക്സിമം അതിന് ഡ്രോ ചെയ്യാൻ പറ്റില്ല, മാക്സിമം അതിന് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള വോൾട്ടേജാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ആ മാക്സിമം വോൾട്ടേജിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന പവറാണ് ഈ കണ്ടത് 630 വാട്ട്. ക്ലിയർ ആയോ? അപ്പം വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്ര? 210 വോൾട്ട്. പവർ തന്നിട്ടുണ്ട് എത്ര? 630 വാട്ട്. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? പവർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, V²/R. അപ്പോൾ R എന്ന് പറയുന്നത് എന്താ വരിക? V² ഡിവൈഡഡ് ബൈ P. അപ്പോൾ V² എന്ന് പറഞ്ഞാൽ എത്ര വരിക? 210 × 210 ഡിവൈഡഡ് ബൈ P എന്ന് പറയുന്നത് 630. ഈ 0 കട്ട് ചെയ്യുക, ഇത് എന്ത് വരും? 3. ഇപ്പോൾ 200/3 എന്ന് പറയുമ്പോൾ എത്ര വരിക? 70 ഓം. അതിൻ്റെ റെസിസ്റ്റൻസ് എന്താ വരിക? 70 ഓം അല്ലേ? അപ്പോൾ എത്ര കറണ്ട് ഡ്രോ ചെയ്യുന്നുണ്ട് നോക്കാം. അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാനായി എന്ത് ചെയ്യുന്നാൽ മതി? V/R ചെയ്താൽ മതി. അതായത് 210 ഡിവൈഡഡ് ബൈ 70 = 3 ആംപിയർ. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. A 10 volt storage battery of negligible internal resistance is connected across a 50 ohm resistor made of alloy manganese. How much heat is produced in the resistor in 1 hour? What is the source of this energy? അതായത് ഒരു 10 വോൾട്ട് ബാറ്ററി, അപ്പോൾ V എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 10 വോൾട്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് വന്നിട്ടുള്ളത്? അത് വേറൊരു ഡിവൈസായിട്ട്, ഒരു റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 50 ഓം റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതാണ് 50 ഓം. അത് എത്ര ഹവർ കണക്ട് ചെയ്തിട്ടുണ്ട്? T = 1 ഹവറോളം അത് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പം ഇതിൽ I എന്ന് പറയുന്നത് എത്രയാണ് വരിക? ഈ V/R ചെയ്താൽ മതി. അതായത് 10/50 എത്രയാണ് വരിക? 1/5 ആംപിയർ വരും അല്ലേ? അപ്പോൾ എത്ര ഹീറ്റ് ഡെവലപ്പ് ചെയ്തെന്ന് പറയുന്നത് എന്താ കണ്ടുപിടിക്കുക? I² RT അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? VIT എന്ന് തന്നെ ഫോർമുല യൂസ് ചെയ്യാം. വോൾട്ടേജ് എത്രയാണ്? 10 ഇൻറ്റു I എന്ന് പറയുന്നത് എത്രയാണ്? 1/5 ടു 1 അവർ, അതായത് 60 × 60. ഇത് കട്ട് ചെയ്താൽ എത്ര വരും? 2. 60 × 60. ഇപ്പോൾ 7200 ജൂൾ ഹീറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് സെല്ലല്ലേ? അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ഓഫ് എനർജി തന്നെ കെമിക്കൽ എനർജിയാണ്. കെമിക്കൽ എനർജി സെല്ല് പ്രൊവൈഡ് ചെയ്യുന്ന എന്താ വരുന്നത്? കെമിക്കൽ എനർജിയാണ്. ക്ലിയർ ആയോ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ക്വസ്റ്റ്യൻ: An electric motor operates on a 50 volt supply and draws a current of 12 ampere. If the motor yields mechanical power of 140 watt, what is the efficiency of the motor? അപ്പം ഈ മോട്ടോർ ഓപ്പറേറ്റ്സ് ഓൺ 50 വോൾട്ടാണ്. 50 വോൾട്ടിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഡ്രോസ് എ കറണ്ട് ഓഫ്, അത് എത്ര കറണ്ട് വലിക്കുന്നുണ്ട്? 12 ആംപിയർ കറണ്ട് വലിക്കുന്നുണ്ട് അല്ലേ? ഇഫ് ദ മോട്ടോർ yields a mechanical, അപ്പോൾ മോട്ടോറിൻ്റെ ഔട്ട്പുട്ട് പവറാണ് കേട്ടോ. ഔട്ട്പുട്ട് പവർ PO എന്ന് ഞാൻ പറഞ്ഞു. ഔട്ട്പുട്ട് പവർ എത്രയോ? 150 വാട്ടാണ് വരുന്നത് അല്ലേ? അപ്പം നമുക്ക് ഇത് ടൈം ഒരു 1 അവർ ആണെന്ന് വിചാരിക്കാം.
അല്ല സോറി 1 hour അല്ല 1 second ആണ് വിചാരിക്കുക. t equal to 1 second. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് പവർ എത്രയാണ് വരിക? പി ഇൻപുട്ട് എന്താ വരിക? വി ഇൻറ്റു ഐ 50 ഇൻറ്റു 12. ഇൻപുട്ട് പവർ എന്താ വരിക? വി ഐ അല്ലേ? അപ്പോൾ എത്രയാണ് വരിക? 50 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 600 വാട്ട് അല്ലേ? അപ്പോൾ ഒരു സെക്കൻഡിൽ 600 വാട്ട് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. മറ്റേത് ഔട്ട്പുട്ട് പവർ എത്രയാണ്? 150 വാട്ടേ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിച്ചു. എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് എന്താ വരിക? എത്ര ഔട്ട്പുട്ട് പവർ തരുന്നുണ്ട് അത് ബൈ എത്ര ഇൻപുട്ട് പവർ അത് എടുക്കുന്നുണ്ട്. അപ്പം എന്താ വരിക? 150 ബൈ 600 അല്ലേ? ഇത് കട്ട് ചെയ്താൽ 4 അല്ലേ വരിക? അപ്പോൾ 0.25 എന്ന് വരും. 0.25 ആണ് എഫിഷ്യൻസി. അത് പേഴ്സൻറ്റേജിലാക്കുമ്പോൾ 0.25 ഇൻറ്റു 100 25% എഫിഷ്യൻസി ഉള്ളൂ. ക്ലിയർ ആയോ? അപ്പം അങ്ങനെയാണ് കേട്ടോ. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ് എന്ത് വരിക? ഇൻറ്റു 100. അപ്പോൾ എഫിഷ്യൻസിക്ക് ഒരു ഫോർമുല പഠിച്ചു വെച്ചോ. എഫിഷ്യൻസി ഈറ്റ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100. മനസ്സിലായില്ലേ? ഇനി നോക്ക്. അപ്പം നിങ്ങളതിൽ ഇപ്പം 3 ബൾബുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 ബൾബുണ്ട്. ഒരു 40 വാട്ട് ബൾബ്, ഒരു 60 വാട്ട് ബൾബ്, പിന്നെ ഒരു 100 വോൾട്ട് ബൾബ്. ഈ 3 ബൾബ് നിങ്ങൾ ആദ്യം സീരീസ് കണക്ട് ചെയ്ത്. അപ്പോൾ ഏതാണ് മാക്സിമം എന്തുണ്ടാവുക? മാക്സിമം ഗ്ലോ ചെയ്യാന്ന്, മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുക ഏത് ബൾബാണെന്ന് നോക്കുക. ആദ്യം സീരീസ്. ഞാൻ സീരീസിലാണ് നോക്കുന്നത്. സീരീസിൽ ഈ 3 ബൾബും കണക്ട് ചെയ്ത്. സപ്ലൈ വോൾട്ടേജ് ഒരു 220 വോൾട്ടാണെന്ന് വിചാരിച്ചോ അല്ല. അപ്പോൾ ഇത് 40 വാട്ട് ബൾബ്, ഇത് 60 വാട്ട് ബൾബ്, ഇത് 100 വാട്ട് ബൾബ് അല്ലേ? പിന്നെ ഒരു എല്ലാത്തിനും ബൾബിന് മാക്സിമം ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് 120 വോൾട്ടാണ് വിചാരിച്ചോ. അങ്ങനെ തരും. മാക്സിമം ഇതിന് അത് കോൺസ്റ്റന്റ് ആണ്. 120 വോൾട്ട് മാക്സിമം ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. അപ്പോൾ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത് 120 ആണെന്ന് വിചാരിച്ചോ. 120 വോൾട്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും വരിക? 40 വോൾട്ടിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? V²/P. ഈ P എന്ന് പറയുന്നത് V²/R. അപ്പം V²/P. അപ്പോൾ ഇത് എത്രയാണ് വരിക? 120 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 40. ഇത് കട്ട് ചെയ്താൽ എത്ര വരും? 3. അപ്പോൾ എത്ര വരിക? 360 ഓം ആണ് ഇത് വരിക. ഫസ്റ്റ് R1 ഇത് ഫസ്റ്റ് ബൾബ്, ഇത് സെക്കൻഡ് ബൾബ്, ഇത് തേർഡ് ബൾബ്. R2 ഇതുപോലെ ചെയ്യുമ്പോൾ എന്താ വരിക? V² എന്ന് പറഞ്ഞാൽ 120 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ 60. ഇത് കട്ട് ചെയ്താൽ എത്ര വരിക? 2. ഇപ്പം 240 ഓം ആണ് വരിക അല്ലേ? R3 എന്താ വരിക? R3 എന്ന് പറയുമ്പോൾ 120 ഇൻറ്റു 120 ബൈ 100 അല്ലേ? ഈ 2 0 കട്ട് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരിക? 144 ഓം ആണ് വരിക. അപ്പോൾ ഏറ്റവും പവർ കുറഞ്ഞിട്ടുള്ളതിനാണ് റെസിസ്റ്റൻസ് കൂടുതലുണ്ടാവുക. ഏറ്റവും പവർ കൂടിയതിനായിരിക്കും ഏറ്റവും കുറവ് റെസിസ്റ്റൻസ് ഉണ്ടാവുക. പിന്നെ സീരീസിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 3ലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സെയിം അല്ലേ?
അപ്പോൾ P1 എത്രയാണ് വരിക? P1 ഈക്വൽ ടു എന്താ വരിക? I² R അല്ലേ? അപ്പം I² ഇൻറ്റു R എത്രയാണ്? 360. അതുപോലെ P2 എന്ത് വരും? I² ഇവിടെ I² R1, ഇവിടെ എന്ത് വരും? I² R2, അതായത് I² ഇൻറ്റു 240. P3 എത്രയാണ് വരിക? I² ഇൻറ്റു R3, അതായത് I² ഇൻറ്റു എത്രയാണ് വരിക? 144. അപ്പോൾ മാക്സിമം ഇതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? P1 അല്ലേ? അപ്പം സീരീസിൽ കണക്ട് ചെയ്താൽ ഏറ്റവും ചെറിയ പവറുള്ള ബൾബായിരിക്കും നല്ല ബ്രൈറ്റ്നെസ്സിൽ ഗ്ലോ ചെയ്യുക. ഏറ്റവും ലോ പവർ ആയിരിക്കും എന്ത് വരിക? അല്ല, ഏറ്റവും ഹൈ പവർ ആയിരിക്കും ലോ ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുക. അത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പാരലൽ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. 3 പാരലലായിട്ട് കണക്ട് ചെയ്യുന്നത്. പാരലൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു 120 വോൾട്ട് അല്ലേ? ഇത് 40 വാട്ട്, ഇത് 60 വാട്ട്, ഇത് 100 വാട്ട് അല്ലേ? അപ്പോൾ ഇത് 120 വോൾട്ടിലാണ് കണക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്താ? റെസിസ്റ്റൻസ് നമ്മൾ മാറുന്നില്ല. റെസിസ്റ്റൻസ് ഇപ്പം എത്രയാണ് വരിക? ഇത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 360 ഓം, ഇത് 240 ഓം, ഇതെന്താ വരുന്നത്? 144 ഓം അല്ലേ? ഇതിൽ പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3-ലൂടെയുള്ള പവർ എന്തായിരിക്കും വരിക? 120 വോൾട്ടാണ്. കാരണം ഇത് പാരലൽ കണക്ഷൻ അല്ലേ? പാരലൽ കണക്ഷനിൽ കറണ്ടാണ്, അല്ല വോൾട്ടേജ് സെയിം ആയിട്ട് നിൽക്കും, കറണ്ട് ഡിഫറെൻ്റ് ആവും. അപ്പം നമ്മൾ എങ്ങനെ എഴുതുക? V² ഡിവൈഡഡ് ബൈ R അല്ലേ? അപ്പോൾ ഓപ്പറേറ്റിംഗ് പവർ ആട്ടോ V² എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എത്രയാണ് വരിക? 120 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ അല്ലേ? ഡിവൈഡഡ് ബൈ എത്ര? റെസിസ്റ്റൻസ് എത്രയാണ്? 360 അല്ലേ? അപ്പോൾ ഇതിൽ നോക്ക്, രണ്ടാമത്തെ എന്ത് വരും? P1 P2 എത്രയാണ് വരിക? P2 എന്ന് പറയുന്നത് 120 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് വരിക? 240. P3 എന്ന് പറയുന്നത് 120 ഇൻറ്റു 120 ഡിവൈഡഡ് ബൈ എത്രയാണ്? 144 അല്ലേ? കണ്ടാൽ തന്നെ അറിയാം ഇതായിരിക്കും എന്ത് ഏറ്റവും മാക്സിമം ആവുക, കാരണം അതിൻ്റെ ഡിനോമിനേറ്ററാണ് ഏറ്റവും ചെറുത്. അപ്പോൾ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് 100 വോൾട്ട് ബൾബ് മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുക. ക്ലിയർ ആയോ? അതായത് മൂന്ന് ബൾബ് ഡിഫറെൻറ്റ് വോട്ടാണെങ്കിലും അതിനെ കണക്ട് ചെയ്യുന്ന രീതിനനുസരിച്ചിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി മാറുന്നുണ്ട് കേട്ടോ. സീരീസിൽ ഏറ്റവും ചെറിയ വോട്ടുള്ളതായിരിക്കും മാക്സിമം ഇൻറ്റൻസിറ്റിയിൽ ഗ്ലോ ചെയ്യുക. പക്ഷെ പാരലൽ എന്താ? മാക്സിമം പവർ റേറ്റിംഗ് ഉള്ളത് തന്നെയാണ് മാക്സിമം ഗ്ലോ ചെയ്യുക. മനസ്സിലായോ? നമുക്ക് നോക്ക്, കോമ്പിനേഷൻ ഓഫ് അപ്ലയൻസസ്, കോമ്പിനേഷൻ ഓഫ് ഡിവൈസസ് അല്ലെങ്കിൽ അപ്ലയൻസസ്. അപ്പം നമുക്ക് ഡിഫറെൻ്റ് അപ്ലയൻസസ് പാരലലായിട്ടും സീരീസ് ആയിട്ടും കണക്ട് ചെയ്യും. ഇപ്പം 3 ബൾബാണെന്ന് വിചാരിച്ചോ. അപ്പം ഇവിടെ 3 ബൾബിനെ ഞാൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പം ഇതിൻ്റെ പവർ P1 P2 P3 ആണെന്ന് വിചാരിച്ചു, ഓപ്പറേറ്റിംഗ് പവർ. അതുപോലെ തന്നെ ഈ 3 ബൾബ് ഞാൻ എന്താക്കി? സീരീസ് ആയിട്ടും അല്ല പാരലലായിട്ടും കണക്ട് ചെയ്ത്. അല്ലേ? അപ്പം ഇതിൻ്റെ P1 P2 P3 തന്നെ അല്ലേ?
ഈ രണ്ട് കേസ് ആണെങ്കിലും ഇഫക്റ്റീവ് പവർ, അതായത് ടോട്ടൽ പവർ എന്ന് പറയുന്നത് എന്താ വരിക? P1 പ്ലസ് P2 പ്ലസ് P3 ആണ് അല്ലേ? അത് മറ്റേ റെസിസ്റ്റേഴ്സ് പോലെയൊന്നും കമ്പൈൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം പവർ എന്ന് പറഞ്ഞാൽ എന്താ? എനർജിയാണ്. എനർജി എപ്പോഴും ആഡാ ചെയ്യുക. ക്ലിയർ ആയി? അപ്പോൾ ഡിവൈസസ് സീരീസിൽ കണക്ട് ചെയ്താലും പാരലൽ കണക്ട് ചെയ്താലും ഇഫക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ദ പവേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ അപ്ലയൻസസ്. അതിന്റെ വോൾട്ടേജും കറണ്ടും ഒക്കെ കോമ്പിനേഷൻ അനുസരിച്ച് മാറും. പക്ഷേ പവർ എന്തായിരിക്കും? എല്ലാത്തിലും എന്താ ചെയ്യുക? ആഡാ ചെയ്യേണ്ടത്. ക്ലിയർ ആയോ?